ജെയിംസിൻ്റെയും മേരിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഇരിപ്പ് കണ്ടാൽ അറിയാമല്ലേ. 2 കുഞ്ഞുങ്ങളുണ്ട്. ജെയിംസിന് ബിസിനസ്സാണ്, മേരി ടീച്ചറാണ്. 2 പേരും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന പൈസ തികയുന്നില്ലാത്തതുപോലെ. മാസാവസാനം ബില്ലുകൾ കാണുമ്പോഴത്തേക്ക് ജെയിംസിന് ടെൻഷനാണ്. ചിലവുകൾ കുറയ്ക്കുവാൻ വേണ്ടി വരുമാനം കുറച്ച് കാണിച്ച് ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തു. ജോലിക്കാർക്കൊട്ട് ശമ്പളമൊട്ട് കൂട്ടിയിട്ടില്ല. എന്നിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ഉദ്ദേശിച്ച പോലെ ഒരു പ്രോഗ്രസ് ഇല്ല. അപ്പോൾ സാമ്പത്തിക ടെൻഷൻ അവരുടെ കുടുംബജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ജെയിംസും മേരിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ പതിവായിരിക്കുന്നു. എങ്ങനെ കുറച്ചും കൂടി പണമുണ്ടാക്കാം, ഈ ഒരു ചിന്ത മാത്രമാണ് ജെയിംസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇത് ഒരു ജെയിംസിൻ്റെയോ ഒരു മേരിയുടെയോ മാത്രം അനുഭവമല്ല, നമുക്ക് ചുറ്റുമുള്ള പല കുടുംബങ്ങളുടെയും അനുഭവങ്ങളാണിത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, യേശു പറഞ്ഞു 2 യജമാനന്മാരെ സേവിപ്പാൻ, അതായത് ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സേവിപ്പാനായിട്ട് ആർക്കും കഴിയുകയില്ലെന്ന്. അപ്പോൾ ദൈവമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ യജമാനൻ. പണമെന്നത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന. സദൃശ്യവാക്യം 10:22 പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. അപ്പോൾ പണത്തോടുള്ള പല വിശ്വാസികൾക്കും പല മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണുള്ളത്. ചിലർ പണം ചീത്തയാണെന്ന് ചിന്തിക്കുന്നു, ചിലർ ചിന്തിക്കുന്നു പണം ധാരാളമുള്ളത് ദൈവാനുഗ്രഹമാണെന്ന്. എന്താണ് ശരിയായിട്ടുള്ള ഒരു മനോഭാവമെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തീയ ലോകത്തിൽ 3 തരത്തിലുള്ള മനോഭാവങ്ങൾ ആളുകൾ പണത്തോട് പുലർത്തുന്നത് കാണാം. ഒന്നാമത് ദാരിദ്ര്യമാണ് ആത്മീയതയുടെ ലക്ഷണം എന്ന് പറയുന്ന പോവർട്ടി തിയോളജി അല്ലെങ്കിൽ പോവർട്ടി ഗോസ്പൽ. മറ്റൊന്ന് സമ്പന്നതയാണ് ആത്മീയതയുടെ ലക്ഷണം എന്ന് പറയുന്ന പ്രോസ്പെറിറ്റി തിയോളജി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി ഗോസ്പൽ. ശരിയായ മനോഭാവം, പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ ശരിയായ മനോഭാവം ഇത് രണ്ടുമല്ല. സ്റ്റുവർഡ്ഷിപ്പ്, ഷെയറിംഗ് ദ ഗിഫ്റ്റ്സ് വി ഹാവ് ബീൻ ഗിവൺ. ഷെയറിംഗ് ദ ഗിഫ്റ്റ്സ് വി ഹാവ് ബീൻ ഗിവൺ. സ്റ്റുവർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം എന്നതിന് മലയാളത്തിൽ പറയും. എനിക്കുള്ളതിൻ്റെ എല്ലാം അവകാശി ദൈവമാണെന്നും ഞാനത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം എന്നുള്ള മനോഭാവം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്റ്റുവർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞു തരാം, നിങ്ങളതൊന്ന് പറയണം. എനിക്കുള്ളതിൻ്റെ എല്ലാം അവകാശി ദൈവമാണെന്നും ഞാനത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണമെന്ന മനോഭാവം. ഒരു പ്രാവശ്യം കൂടി പറയാം. എനിക്കുള്ളതിൻ്റെ എല്ലാം അവകാശി ദൈവമാണെന്നും ഞാനത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണമെന്നുള്ള മനോഭാവം. ഞാനത് ഒന്ന് വിശദമാക്കാം. സമ്പാദ്യങ്ങൾ, പൊസഷൻസ്. പോവർട്ടി ഗോസ്പൽ, ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ പറയും പൊസഷൻസ്, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് തിന്മയാണ്, അത് ഈവിളാണ് എന്ന് പോവർട്ടി ഗോസ്പലുകാർ പറയും. പ്രോസ്പെറിറ്റി ഗോസ്പലുകാർ അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം അറിയിക്കുന്നവർ പറയും സമ്പാദ്യം എന്ന് പറയുന്നത് മൈ റൈറ്റ്, എൻ്റെ അവകാശമാണ് എന്ന് പറയും. എന്നാൽ സ്റ്റുവർഡ്ഷിപ്പ്, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ, സ്റ്റുവർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം എന്ന് പറയുന്നത് എ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. രണ്ടാമത് വർക്ക്, എൻ്റെ പ്രവൃത്തി. പോവർട്ടിക്കാർ പറയും മീറ്റ് ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രവൃത്തി. പ്രോസ്പെറിറ്റി ഗോസ്പലുകാർ പറയും എൻ്റെ പ്രവൃത്തി എന്നുള്ളത് ബിക്കം റിച്ച്, ധനവാനാകുവാനായിട്ടാണ് എൻ്റെ പ്രവൃത്തി. സ്റ്റുവർഡ്ഷിപ്പ് പറയും സെർവ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സേവിക്കുവാൻ വേണ്ടി. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? സെർവ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സേവിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞേ, ക്രിസ്തുവിനെ സേവിക്കുവാൻ വേണ്ടി. ഗോഡ്ലി പീപ്പിൾ ആർ, അതായത് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ, പോവർട്ടി ഗോസ്പൽ, ദാരിദ്ര്യ സുവിശേഷം പറയുന്നവർ പറയും ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവർ ദരിദ്രരായിരിക്കണം, പൂവറായിരിക്കണം എന്ന് പോവർട്ടി ഗോസ്പൽ പറയും. പ്രോസ്പെറിറ്റിക്കാർ പറയും ഗോഡ്ലി പീപ്പിൾ, ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവർ വെൽത്തി ആയിരിക്കണം, അവർ സമ്പന്നരായിരിക്കണം ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ. സ്റ്റുവർഡ്ഷിപ്പ് പറയുന്നത് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവർ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, അവർ വിശ്വസ്തരായിരിക്കണം. പറഞ്ഞേ, വിശ്വസ്തരായിരിക്കണം. അടുത്തത് അൺഗോഡ്ലി പീപ്പിൾ ആർ,
അഭക്തന്മാരായിട്ടുള്ളത്, പോവർട്ടിക്കാർ പറയും അഭക്തന്മാരായിട്ടുള്ളവർ വെൽത്തിയാണ്, അവർ സമ്പന്നരാണ്. പ്രോസ്പെരിറ്റിക്കാർ പറയും അഭക്തന്മാരായിട്ടുള്ളത് അവർ പൂവറാണ്, അവർ ദരിദ്രരാണ്. സ്റ്റുവാർഡ്ഷിപ്പ് പറയും പീപ്പിൾ, അൺഗോഡ്ലി പീപ്പിൾ എന്ന് പറഞ്ഞാൽ, അഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അവർ അൺഫെയ്ത്ത്ഫുള്ളാണ്, അവർ അവിശ്വസ്തരാണ്. ഐ ഗിവ്, ഞാൻ കൊടുക്കുന്നു. പോവർട്ടി ഗോസ്പൽ പറയും ബിക്കോസ് ഐ മസ്റ്റ്, നിർബന്ധത്താൽ ഞാൻ കൊടുക്കുന്നു, നിർബന്ധത്താൽ ഞാൻ കൊടുക്കുന്നു. പ്രോസ്പെരിറ്റിക്കാർ പറയും ടു ഗെറ്റ്, ലഭിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. 10 കൊടുത്താൽ 100, 100 കൊടുത്താൽ 1000, അങ്ങനെ ലഭിക്കാൻ വേണ്ടി, കൊടുത്താൽ കിട്ടും എന്ന് പറയുന്നത്, കൊടുക്കുന്നു, കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ സ്റ്റുവാർഡ്ഷിപ്പ്, ബിക്കോസ് ഐ ലവ് ഗോഡ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവസ്നേഹത്താൽ ഞാൻ കൊടുക്കുന്നു. അതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. മൈ സ്പെൻഡിങ് ഈസ്, എൻ്റെ ചിലവാക്കലുകൾ, പോവർട്ടിക്കാർ പറയും ഫിയർഫുൾ ആൻഡ് ജോയ്ലെസ്, ഭയത്തോടെയും ദുഃഖത്തോടെയും കൂടിയാണ് എൻ്റെ ചിലവാക്കലുകൾ. പ്രോസ്പെരിറ്റിക്കാർ പറയും കെയർ ഫ്രീ ആൻഡ് കൺസെപ്റ്റീവ്, ധാരാളമായിട്ടും ചിന്തയില്ലാതെയും. സ്റ്റുവാർഡ്ഷിപ്പ് എന്താണ്? പ്രയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ, പ്രാർത്ഥനയോടെയും ഉത്തരവാദിത്തത്തോടെയും. അപ്പോൾ പോവർട്ടി ഗോസ്പൽ പഠിപ്പിക്കുന്നതും പ്രോസ്പെരിറ്റി ഗോസ്പൽ പഠിപ്പിക്കുന്നതും സ്റ്റുവാർഡ്ഷിപ്പും കാര്യവിചാരകത്തിൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വേദപുസ്തകം സമ്പാദിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഏണിംഗ്, സമ്പാദിക്കുന്നതിലെ വേദപുസ്തക തത്വം എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ 1 എന്താണെന്ന് വെച്ചാൽ വർക്ക്, ജോലി ചെയ്യുക എന്ന് പറഞ്ഞേ. വർക്ക്, ജോലി ചെയ്യുക. വേദപുസ്തകം നമ്മൾ ജോലി ചെയ്യുന്നതും ദൈവിക അനുഗ്രഹവും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 14:23, എല്ലാ തൊഴിലും കൊണ്ട് ലാഭമേ വരൂ, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. വേദപുസ്തകം എന്താ പറയുന്നത്? എല്ലാ തൊഴിലും കൊണ്ട് ലാഭമേ വരൂ, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. അതായത് പണി ചെയ്യാതെ വാചകമടിച്ചിരിക്കാൻ നോക്കിയാൽ ദാരിദ്ര്യമുണ്ടാകുന്നു. അപ്പോൾ പല ആളുകളും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിനായിട്ടൊരു ജോലി ചെയ്യുവാനായിട്ട് മടിയുള്ളവരാണ്. ദൈവം നമ്മളെ, പ്രിയപ്പെട്ടവരെ, ഭൗതികമായിട്ട് അനുഗ്രഹിക്കുമെന്നുള്ളത് സത്യമാണ്. ദൈവം യഹോവ ഇരെ എന്ന് നമ്മൾ പാടുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും കരുതുന്നവനായിട്ടുള്ളൊരു കർത്താവാണ്. വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് രാവിലെ രാത്രിയും നമുക്ക് കിടന്നുറങ്ങുവാനും പിന്നെ വിശ്വാസം പരീക്ഷിക്കുവാനുമുള്ള ഒരു അറിവാക്കി മാറ്റിയിട്ട് ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് നമ്മൾ തുനിയരുത്. പഠനത്തിലാണെങ്കിലും കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ സുവിശേഷ വേലയിലാണെങ്കിലും ഏത് കാര്യത്തിലും മടി പിടിക്കുന്നത് നമ്മുടെ താഴ്ചയുടെ ആദ്യപടികളാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. സദൃശവാക്യം 10:4 പറയുന്നു, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. അപ്പോൾ ഈ മടി പിടിച്ചിരിക്കുന്ന സുഖം നമ്മൾ പഠിച്ചു പോയാൽ നിങ്ങളുടെ ബിസിനസ് താമസിയാതെ പൊളിയും. മടി പിടിച്ചാൽ നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങളൊരു ശല്യമായിട്ട് മാറും. വീട്ടുകാര്യങ്ങൾ നോക്കാനായിട്ട് വീട്ടമ്മ മടി പിടിച്ചാൽ ആ വീട് താമസിയാതെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുളമായി പോകും. മനസ്സിലായോ? മടി പിടിച്ചാൽ കുഞ്ഞുങ്ങളെ മടി പിടിച്ചാൽ നിങ്ങളുടെ ഭാവി ഇരുൾ വീണ് തുടങ്ങും. നിങ്ങൾ പഠിക്കാനായിട്ട് ഉള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടവരാണ്. നിങ്ങളുടെ കഴിവ് ഏതിലാണോ അതിൽ ഉത്സാഹത്തോടെ നിങ്ങൾ ജോലി ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. 2 തെസ്സലോനിക്കർ 3:10-12 വരെ പറയുന്നു, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണം. നേരായിട്ടുള്ള രീതിയിലുള്ള ഏത് ജോലിയും, അത് വൈറ്റ് കോളർ ആണെങ്കിലും അല്ലെങ്കിലും ചെയ്യുവാനായിട്ട് മടി വിചാരിക്കരുത്. ജോലി ഏതായാലും അത് ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടും കൂടി ചെയ്യണം. ഈ മടിക്കൊരു പ്രത്യേകതയുണ്ട്.
ഇതൊരു പകർച്ചവ്യാധി പോലെയാണ് മടി എന്ന് പറഞ്ഞാൽ. ഭക്ഷണം കഴിക്കണുണ്ടോ? പുള്ളിക്ക് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കിടന്ന് സംഗതി കഴിക്കുന്നുണ്ട്. വേറൊരു പടം ഞാൻ ഇന്നലെ കണ്ടു. ആ പടം എന്താണെന്നറിയോ? ഒരു ഗ്ലാസിൻ്റെ അകത്ത് നിന്ന് 3 സ്ട്രോ വെച്ചേക്കണം, 3 സ്ട്രോ. കാരണം ഗ്ലാസ് എടുത്ത് കുടിക്കാൻ മടിയായതുകൊണ്ട് 3 സ്ട്രോ വായിലേക്ക് കണക്ട് ചെയ്തേക്കും. എൻ്റെ ഗ്ലാസ് കുടിക്കുന്നുണ്ട്. കാരണം ഗ്ലാസ് എടുത്ത് കുടിക്കുമ്പോൾ മടിയാണ്, ഗ്ലാസ് എടുത്ത് കുടിക്കാനുള്ള മടി. മനസ്സിലായോ? അപ്പോൾ ഈ മടി എന്ന് പറഞ്ഞാൽ ഇതൊരു പകർച്ചവ്യാധി പോലെ, ഒരു വൈറസ് പോലെയാണ്. അപ്പോൾ മടിയനായ ഒരാളുടെ കൂടെയാണ് നിങ്ങൾ കുറച്ച് നാൾ നടന്നാലും നിങ്ങൾ മടി പിടിക്കും. ഭർത്താവ് മടിയനാണ്, ഭാര്യ മടിയനാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഉത്സാഹികളായിരിക്കുമോ? എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? എന്നാൽ ജോലി ചെയ്യാൻ ഉത്സാഹമുള്ള അധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ച് നോക്കിക്കോ, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളൊരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ വരും, ജോലി ചെയ്യാനുള്ളൊരു ഉത്സാഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ മടിയുള്ളവരുമായിട്ട് അകലം പാലിക്കണം എന്ന് അതിനു മുമ്പുള്ള വാക്യം നോക്കിക്കേ. 2 തെസ്സലോനിക്കർ 3:6 നോക്കിക്കേ. അവിടെ പറയുന്നതെന്നറിയോ? സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ വിശ്വാസിയായിട്ട് ജോലി ചെയ്യാതെ മടി പിടിച്ച് മറ്റുള്ളവരെ ഒപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നാണം കെട്ട പരിപാടിയാണെന്ന് അപ്പസ്തോലൻ ഇവിടെ പഠിപ്പിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്ക് പണിയെടുക്കുന്നത് ഇഷ്ടമല്ല, ദേഹം അനങ്ങി പണിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് മടിയാണ്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? എല്ലാ ദിവസവും വൈകുന്നേരം പണിയെടുക്കാനേ മടിയനായിട്ടുള്ള ഒരുത്തനാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും, വൈകുന്നേരം പോകും. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് പുള്ളി പോകും. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും. മനസ്സിലായി? അപ്പോൾ പ്രിയമുള്ള ഒരു അതിഥി സൽക്കാരം നല്ലതാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷേ മടിയുള്ള വ്യക്തിയെ, മറ്റുള്ളവരെ ഒപ്പിക്കാൻ നോക്കുന്നവരെ ദയവ് ചെയ്ത് ആരും നിങ്ങൾ സഹായിച്ച് അവരുടെ മടിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് സ്വകാര്യമായിട്ട് ചോദിച്ചേ, പാസ്റ്റർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചേ. അപ്പോൾ വയറ് വിശക്കുമ്പോൾ, ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പണി ചെയ്യാനായിട്ട് ആളുകൾ സ്വയമായിട്ട് ഇറങ്ങും. നമ്മൾ എല്ലാ ദിവസവും ഒരുത്തിന് മീൻ മേടിച്ച് കൊടുത്തുകൊണ്ടിരുന്നാലോ? മീൻ മേടിച്ച് അതിനേക്കാളും നല്ലത് എന്താ? അവനെ മീൻ ചൂണ്ടയിടാൻ പഠിപ്പിച്ചാലോ? അവൻ പോയി ചൂണ്ടയിട്ട് ഇല്ലേ? മടിയെ നമ്മൾ മാറ്റിക്കളയുവാനായിട്ടിടയാണ്. സദൃശവാക്യം 16:26, പണിക്കാരൻ്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു, അവൻ്റെ വായ് അവനെ അതിനായിട്ട് നിർബന്ധിക്കുന്നു. എന്നാൽ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ സഹായം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മടിക്കരുത്. ഒരു വ്യക്തി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നെങ്കിൽ ജോലി അന്വേഷിച്ച് കൊടുത്ത് സഹായിക്കാം. പിന്നെ ജോലി അന്വേഷിച്ച് കൊടുത്ത് സഹായിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അന്വേഷിച്ച് ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഫ്രോഡാണോ അല്ലയോ എന്നുള്ളത് നോക്കിയില്ലെങ്കിൽ നമുക്കിട്ടും പണി കിട്ടും, നമ്മുടെ സുഹൃത്തിനും പണി കിട്ടും. അതുകൊണ്ട് ജോലി മേടിച്ചു കൊടുക്കുമ്പോൾ പറ്റിയ ആൾക്ക് തന്നെയാണോ ജോലി മേടിച്ചു കൊടുക്കുന്നത്? ഇന്ന് പരിചയപ്പെട്ട് നാളെ തന്നെ ഞാൻ സഹോദരന് ജോലി മേടിച്ചു കൊടുക്കുക, അവൻ ആ വീട്ടിലെ അടിച്ചുകൊണ്ട് പോയി ആ ഓഫീസിൽ അടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇടവരരുത്. അതുകൊണ്ട് ഈ സഹായങ്ങൾ നല്ലതാണ്, പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ വിവേചിച്ച് വേണം കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഉപദേശം കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ആയുഷ്കാലം ഒരു വ്യക്തി ശരാശരി 1,00,000 മണിക്കൂറുകൾ ജോലി ചെയ്യുവാനായിട്ട് ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കിടയിൽ നമുക്ക് സന്തോഷത്തോടൊപ്പം തന്നെ നിരാശയും മടുപ്പും ഒക്കെ തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ ദൈവവചന തത്വങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് കഴിയും. ചിലരെങ്കിലും ജോലിയെ ശാപമായിട്ടും മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ് കഷ്ടപ്പെടുന്നതെന്നും ചിന്തിക്കാറുണ്ട്. പക്ഷെ പാപം, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് മനുഷ്യനോട് ദൈവം ജോലി ചെയ്യാൻ പറഞ്ഞത്. ഉൽപ്പത്തി 2:15 പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആദാം ഏദൻ തോട്ടത്തിൽ വെറുതെ പഴവും പറിച്ച് തിന്ന് നടക്കുകയായിരുന്നു എന്നാലാണ്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ടാണ് ദൈവം ആദാമിനോട് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അവിടെയുള്ള കാര്യങ്ങൾ നോക്കുവാനും പരിപാലിക്കാനും അതിനെ കാക്കണം എന്നൊക്കെ പറഞ്ഞ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ആദാം അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ ജോലിയോടൊപ്പം കഷ്ടതയും വിയർപ്പും വന്നത് ശരിയാണെങ്കിലും ജോലി എപ്പോഴും അനുഗ്രഹം തന്നെയാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കാര്യം കൊടുത്തിട്ടുള്ള ഒരു ജോലി ഉള്ളത് അനുഗ്രഹമാണെന്ന് പറ. ആമേൻ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ.
അല്ലേ? പിന്നെ ചിലർ പറയും ഈ ജോലിയൊക്കെ തീർന്നിട്ട് ജീവിതം ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റിയെങ്കിലെന്ന്. എന്നാൽ ജോലി ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ സാധിക്കും എന്നതാണ് സത്യം. ഞാൻ ചെയ്യുന്ന ജോലിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാനത് ആസ്വദിക്കുന്നു എന്ന ചിന്തയോടെ ഒന്ന് ജോലി ചെയ്ത് നോക്കിക്കേ, വലിയ വ്യത്യാസം നമുക്ക് വരുന്നത് കാണാം. നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ ആ ഡ്രൈവിങ് നിങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. ഞാനൊരു ഭാവന പറയാം. ഒരു പാസ്റ്റർ മരിച്ച് സ്വർഗത്തിൽ ചെന്നു, ഒരു ഡ്രൈവർ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് പാസ്റ്റർ നോക്കിയപ്പോൾ ഡ്രൈവർക്ക് ധാരാളം പ്രതിഫലം കിട്ടുന്നു. അപ്പോൾ പാസ്റ്റർക്ക് ദേഷ്യമായി, ഇത്ര വർഷമായിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ഒരു സാധാരണ ഡ്രൈവറിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ എന്താ കർത്താവേ ഇത്, ഞാൻ നിൻ്റെ വേലയ്ക്ക് വിളിച്ചിറങ്ങി എന്തെല്ലാം പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയതാണ്, എന്നിട്ട് എനിക്ക് എന്താ ഇത്ര പ്രതിഫലം കുറവ്, എന്താ ഈ ഡ്രൈവർക്ക് എന്നേക്കാൾ കൂടുതൽ പ്രതിഫലം എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം ആൾക്കാരിരുന്ന് ഉറങ്ങുമായിരുന്നു. ഒരു സ്വോത്രോ, ഒരു ഹല്ലേലൂയോ, ഒരു പ്രൈസ് ലോർഡോ, ആമേന്നോ ഒന്നും ഞാൻ കേട്ടില്ല. എന്നാൽ ഇവൻ ഡ്രൈവ് ചെയ്ത സമയത്തുണ്ടല്ലോ, ആൾക്കാർ കാറിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ സ്വോത്രം, ഐ ലവ് യു ജീസസ്, വി പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അവൻ മരണപ്പാച്ചിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ ജീവനിൽ കൊതിയുള്ളവർ ആ കാറിൻ്റെ അകത്തിരുന്നവർ സ്വോത്രവും ഹല്ലേലൂയയും ഗ്ലോറിയും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് സ്തുതികൾ ഉയർന്നു. പറഞ്ഞു മനസ്സിലായോ? പാസ്റ്ററെ, നീ പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ ഇരുന്ന് ഉറങ്ങി. അവൻ ഡ്രൈവ് ചെയ്തപ്പോൾ, ഓ ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ, വി ലവ് യു ജീസസ്, ഐ കൺഫസ് ഓൾ മൈ സിൻസ് ജീസസ്. ഓ, അവിടെ പാപങ്ങളേറ്റുപറച്ചിലും എല്ലാം സംഭവിച്ചു പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായിട്ട് അവൻ്റെ കാറിൽ യാത്ര ചെയ്തെന്ന് എല്ലാവരും അവൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവന് പ്രതിഫലം കൂടുതൽ. ഭാവന കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഡ്രൈവറാണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ആസ്വദിച്ച് ചെയ്യുക. നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അത് സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യണം. ഇതൊരു മടുപ്പിക്കുന്ന ജോലിയാണല്ലോ എന്നോർത്ത് ചിന്തയോടെ അവിടെ ചെന്ന് അക്കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി അന്നത്തെ അക്കൗണ്ടിങ് കുളമാകും. വീട്ടിൽ ജോലി ചെയ്യുന്നവർ പാത്രം വീട്ടിൽ കഴുകുമ്പോൾ അതൊന്ന് ആസ്വദിച്ച് ചെയ്യണം. വീടൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ ചുറ്റും നടന്ന് വൃത്തിയാക്കിയിട്ട് വേണ്ട ചുറ്റും നടന്ന് നോക്കാനല്ലേ. എല്ലാവരുടെ വീടും ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പറയാതെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ വീടിൻ്റെ ഒരു സെറ്റപ്പ്. കറി വയ്ക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ചെയ്യണം. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഹോട്ടലുകാരൊക്കെ ചെയ്യുന്ന പോലെ നെറ്റിയിലെ വിയർപ്പൊക്കെ, സോൾട്ട് ഇല്ലയെന്ന് വിചാരിച്ച് നെറ്റിയിലെ വിയർപ്പൊക്കെ ഒരു കറിയിലൊന്നും ഇട്ട് കറി വയ്ക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണം താനേ വരും. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഏറ്റവും സ്നേഹത്തോടെ രോഗികളോട് ഇടപെടുകയും അവരെ പരിചരിക്കുകയും വേണം. അപ്പോൾ നിങ്ങളോട് അവർക്കൊരു സന്തോഷം തോന്നും. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിങ്ങൾ ഒരു ആശ്വാസമായിട്ട് തരും. ഇവിടെ ഇരിക്കുന്ന സേവറും വത്സയ്ക്കും അവർക്ക് പ്രൈസി എന്ന് പറഞ്ഞ ഒരു മകളുണ്ട്. അവൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലേ, ഞാനൊരു സാക്ഷ്യം കിടന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പക്ഷേ അവൾക്ക് BSc നേഴ്സിംഗ് ചെയ്യാൻ പോകുവാനുള്ളൊരു സാഹചര്യം അവർക്ക് കുടുംബത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവളൊരു AM നേഴ്സായിട്ട് അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തി അവിടെ ട്രീറ്റ്മെൻറ്റിന് വന്ന സമയത്ത് ഈ പ്രൈസി അദ്ദേഹത്തെ വളരെ കരുതലോടെ ശുശ്രൂഷിച്ചു. അദ്ദേഹം പ്രൈസിയെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് BSc നേഴ്സിങ്ങിന് വിടുവാനുള്ള ഒരു സാഹചര്യം അവരുടെ കുടുംബത്തിന് ആ സമയത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലായി. പ്രൈസിയെ നിർബന്ധിച്ച് സേവറിനോടും വത്സയോടും ആ ക്രൈസ്തവനായ വ്യക്തി അവരെ കോണ്ടാക്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂർ വിട്ട് BSc നേഴ്സിംഗ് പ്രൈസിയെ പഠിപ്പിക്കാനുള്ള ഫുൾ സ്പോൺസർഷിപ്പ് ആ ക്രൈസ്തവനായ ഒരുത്തൻ ചെയ്തു. ഞാൻ പ്രൈസിയുടെ പപ്പായും അമ്മയും സേവറും വത്സയും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ചർച്ചിൽ ഇരിപ്പുണ്ട്. അവരിവിടെ ഒരു ദിവസം തേഴ്സ്ഡേ അവർ ഷെയർ ചെയ്ത സാക്ഷ്യമാണ്. കാറിലിരുന്ന് ഷെയർ ചെയ്ത് എന്നെ സ്പർശിച്ചു. നമ്മുടെ സ്നേഹത്തോടെയുള്ള ഒരു ഇടപെടൽ, അനുകമ്പയോടുള്ള ഒരു പെരുമാറ്റം, ഒരു നല്ല ഡോക്ടർ. എൻ്റെ അമ്മച്ചി പറയാറുണ്ട്, മെഡിക്കൽ ടെസ്റ്റിൽ സജി ഡോക്ടറിൻ്റെ അടുക്ക ചെന്ന് സജി ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, സജി ഡോക്ടറുടെ ചിരി ഒന്ന് കണ്ടാൽ മതി, അപ്പം തന്നെ റിലാക്സ്ഡായി. എന്നാൽ ചില ഡോക്ടർമാരുടെ അടുക്ക ചെന്നാലോ കാത്തിച്ച് കീറിക്കളയും നമ്മളെ. ഇത് ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. നമ്മൾ ഏത് ജോലി, നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് രണ്ടാമതും വരുവാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ അവർക്ക് വേണം. സ്നേഹത്തിൽ കാര്യങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും ആ രീതിയിലുള്ളൊരു മനോഭാവത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയാൽ, നിങ്ങൾ എന്ത് ജോലി ചെയ്താലും പ്രിയപ്പെട്ടവരെ അത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്.
ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും പരമാവധി ബെസ്റ്റായിട്ട്, പരമാവധി ക്വാളിറ്റിയിൽ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ. നമ്മൾ ഏത് പ്രൊഫഷണലാണെങ്കിലും അത് ഏറ്റവും നല്ലത് ഇതാരാ ചെയ്തേ അങ്ങനെ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ചെയ്ത ജോലി കാണുമ്പോൾ നിങ്ങളുടെ ബോസ് പറയണം, വാ, മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ അല്ല കേട്ടോ, ഈ കുട്ടിക്കൊരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഈ സഹോദരനൊരു വ്യത്യാസമുണ്ടെന്ന് പറയുവാനായിട്ട്, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയാണ്. കാരണം എങ്ങനെയുള്ള മനോഭാവമാണ് നമുക്ക് ജോലിയിൽ വേണ്ടതെന്ന് കൊളോസ്യർ 3:23 പറയുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്നുള്ള രീതി ചെയ്യരുത്, കർത്താവിനെന്ന പോലെ നിങ്ങൾ മനസ്സോടെ ചെയ്യുവിൻ. ജോലി ചെയ്യുന്നത് കർത്താവിനെന്ന പോലെ ചെയ്യണം, അത് മനസ്സോടെ ചെയ്യണം. ഒരു ജോലി തന്നെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. വീട് തൂക്കുന്നു, ഒരു ജോലി തന്നെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. എനിക്കങ്ങനെ തൂത്ത് വലിയ പരിചയമില്ല. എങ്ങനെ ചെയ്യാം നമുക്ക് ഒരു ജോലി? എങ്ങനെ ചെയ്യാം? തൂക്കുക, വീട് തൂക്കുക. എന്താണ് ഇങ്ങനെ നമുക്ക് ചൂല് പിടിച്ച് ജോലി ചെയ്യാം. നമുക്കിങ്ങനെ വളരെ വൃത്തിയായിട്ട് നമുക്കിങ്ങനെ അടിച്ച് തൂത്ത് ജോലി ചെയ്യാം. സോറി, കൈയടിക്കുക. എന്തിനാ ഇങ്ങനെ വെറ്റിലെ തൂക്കുന്ന പോലെ തൂക്കണം? അങ്ങനെ ധൈര്യമായിട്ട് കൈയടി. സ്വതന്ത്രം. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഭാര്യ റോണയെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെയോ കൊച്ചിൻ കോർപ്പറേഷൻ്റെയോ മേയറോ വല്ലതും ആക്കിയാൽ ഈ സിറ്റി ക്ലീനായിരിക്കും. അടിച്ച് തുടച്ച് വൃത്തിയാക്കി. ഞാനത് പോസിറ്റീവായിട്ട് പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരഞ്ഞെടുത്ത് ആക്കണമെങ്കിൽ ആക്കിക്കും, എനിക്ക് സന്തോഷമുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളായിരിക്കുന്ന പ്രൊഫഷണൽ, ഒരു പോലീസുകാരനാകുമ്പോൾ, ഇവിടെ വർഗീസ് ബ്രദറൊക്കെ ഉണ്ട്, ആയിരിക്കുന്ന പ്രൊഫഷണൽ ഒരു വ്യത്യസ്തനായ ഒരു ബാർബർ എന്നൊക്കെ നമ്മൾ പാട്ട് പാടാറുണ്ട്, അതുപോലെ ഒരു വ്യത്യസ്തനായ ഒരു പോലീസുകാരനായിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഞാൻ കേൾക്കുവാനായിട്ടിടയായി. ചിലരൊക്കെ അദ്ദേഹം ഡീൽ ചെയ്ത കാര്യമൊക്കെ ഞാൻ കേൾക്കുവാനായിട്ടിടയായി. നിങ്ങളായിരിക്കുന്നത് ബാങ്ക് മാനേജർ. യെസ്, ബേനൻ സാറിനെ വിട്ടുപോകില്ല. ബാങ്ക് മാനേജർ ബേനൻ സാറുണ്ട്. അതിൻ്റെ ആ സ്പെഷ്യാലിറ്റി എല്ലാവരും കാണിക്കുവാനായിട്ട് കഴിയും. നിങ്ങളൊരു ബ്രോക്കറാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ഡീല്, നിങ്ങൾ ആയിരിക്കുന്ന ഓരോ പ്രൊഫഷനിലും, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ ടീച്ചറാണെങ്കിൽ, ഒരു പ്രൊഫസറാണെങ്കിൽ, അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ഓരോരുത്തരായിട്ട് സുവിശേഷം അറിയിക്കുന്നവരാണെങ്കിൽ, എല്ലാ മേഖലയിലും നിങ്ങളൊരു ആശാരിയാണെങ്കിൽ, നിങ്ങളുണ്ടാക്കിയ മേശയും കസേരയും അത് പെർഫെക്റ്റാണെന്ന് പറയുവാനായിട്ട് ഇടയാണ്. മനസ്സിലായോ? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നല്ലൊരു സ്റ്റുഡൻ്റ് ആകുവാനായിട്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. വീട്ടിൽ മറ്റു സ്റ്റുഡൻസ് സ്കൂളിൽ മറ്റു സ്റ്റുഡൻസ് പ്രശ്നക്കാരാണെങ്കിൽ നിങ്ങളൊരിക്കലും ഒരു പ്രശ്നക്കാരായിരിക്കരുത്. ടീച്ചർക്ക് നിങ്ങളോട് അവനെൻ്റെ മനസ്സ് തണുപ്പിച്ചു, അവനൊരു ശല്യക്കാരനല്ല, അല്ലെങ്കിൽ അവളൊരു ശല്യക്കാരി അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുവാനായിട്ട് ഇടയാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളത് നന്നായിട്ട് പഠിക്കണം. വിജയിച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഏറ്റവും ആത്മാർത്ഥതയോടെ നിങ്ങളത് ചെയ്യണം. ജോലിയോടുള്ള എൻ്റെ മനോഭാവം, ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ള എൻ്റെ മനോഭാവം, ഞാൻ നല്ലൊരു ഭാര്യയായിരിക്കുവൻ, നല്ലൊരു ഭർത്താവായിരിക്കുവൻ, നല്ല മക്കളായിരിക്കുവൻ, നല്ല സഹോദരങ്ങളായിരിക്കുവൻ, ഈ രീതിയിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയാകണം. ഞാൻ മടുപ്പോടുകൂടിയാണോ ഞാൻ ചെയ്യുന്നത്, അതോ സന്തോഷമാണോ, അതോ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എന്നുള്ള ചിന്ത എനിക്കുണ്ടോ? ഇതെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ ആത്മാർത്ഥതയോടെ ജോലിയെ സമീപിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. സന്തോഷത്തോടെ പറ. ഞാൻ കൈ പിടിക്കുന്നതിൻ്റെ പേരിൽ അവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു പോയാലോ എന്നൊന്നും ചിന്തിക്കല്ലേ. അങ്ങ് അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉൽപ്പത്തി 39:2-3-4 യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനൻ്റെ വീട്ടിൽ താമസിച്ചു. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് പ്രിയനായി ജോലി ചെയ്തു. അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കർത്താവ് നാം ചെയ്യുന്ന ജോലിയെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജോലി ചെയ്യുവാൻ മടിയുണ്ടാകരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ടുണ്ട്, ജോലി ചെയ്യുവാൻ മടിയുണ്ടാകരുത്. പറഞ്ഞേ. ഓക്കെ. രണ്ടാമത്തത് പ്രിൻസിപ്പിൾ 2, ഡോണ്ട് വർക്ക് ടു മച്ച്. കണ്ടോ,
ഡോണ്ട് വർക്ക് ടു മച്ച്. അമിതമായി ജോലി ചെയ്യരുത്. ചിലർക്ക് ജോലി ചെയ്യാൻ മടിയാണ്. രണ്ട് എക്സ്ട്രീമാണ് കേട്ടോ. ചിലർക്ക് ജോലി ചെയ്യാൻ മടിയാണ് പ്രശ്നമെങ്കിൽ ചിലർക്ക് ജോലി നിർത്താൻ പറ്റുന്നില്ല. തുടങ്ങിയിട്ട് പിന്നെ ജോലി അവർക്ക് നിർത്താനേ പറ്റുന്നില്ല. വർക്കഹോളിക് എന്ന് പറയും. ജോലിയേ ജോലി 24 മണിക്കൂറൊന്നും അവർക്ക് അങ്ങോട്ട് തികയില്ലാത്തതുപോലെ ജോലിയാണ്. ജീവിതത്തിൽ മറ്റൊന്നിനും സ്ഥാനമില്ലാത്ത അവസ്ഥയാണിത്. വളരെയധികം സമയവും ഊർജ്ജവും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കായി ചിലവാക്കേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവവുമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അല്ല, സ്വയം ഒന്ന് വിശ്രമിക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ജോലി ചെയ്യുകയാണ്. നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ സമ്പാദിക്കണം. പക്ഷേ ജോലി ചെയ്ത് നമ്മൾ സ്വയം ഇല്ലാതാവരുത്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ ഒരു മണിക്കൂറും കൂടി ഞാൻ ആ ബിസിനസ് നടത്തിയാൽ, പണിയെടുത്താൽ അത്രയും പൈസ സ്വന്തമാക്കാം എന്ന ചിന്തയോട് ഓടി അവസരരാകരുത്. നിങ്ങളുടെ കമ്പനി നിങ്ങളെ എടുപ്പിച്ച് നിങ്ങളൊരു പരുവമാകുന്നെങ്കിൽ പുതിയൊരു കമ്പനിയിൽ ജോലി നോക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് മാറണം. നിങ്ങളൊരു കട നടത്തുന്നെങ്കിൽ അതെപ്പോൾ അടയ്ക്കണം, അതെപ്പോൾ തുറക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കുഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോഴാണ് നിങ്ങൾ വീട്ടിലെത്തുന്നത്. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു ദിവസം അപ്പം വരുമ്പോൾ കുഞ്ഞ് അമ്മയോട് പറയും, മമ്മി പാലുകാരൻ വന്നിരിക്കുന്നു എന്ന് പറയും. കാരണം അപ്പനെ അവന് കണ്ട ഓർമ്മയില്ല. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അപ്പം വീട്ടിൽ നിന്ന് പോവും. അവൻ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ അപ്പൻ വീട്ടിൽ വരുവാനായിട്ട് ഇടയാകും. ഞാനൊരു ഒരു ഒരു ഇത് വായിച്ചതാണ്. ഒരു മകൻ, ഒരു കൊച്ച് മമ്മിയോട് ചോദിക്കുക, മമ്മി, നമ്മുടെ വീട്ടിലെ വിലപ്പെട്ട സ്വർണവും മറ്റ് പണവുമൊക്കെ വീട്ടിലെ വേലക്കാരിയെ ഏൽപ്പിച്ചിട്ട് പോകുമോ മമ്മി എന്ന് ചോദിക്കുക. മമ്മി പറഞ്ഞു, അത് വളരെ വില കൂടിയ സാധനമല്ലേ, സ്വർണവും പണമൊക്കെ വേലക്കാരിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾക്ക് പോകാൻ പറ്റും, അത് വില കൂടിയ സാധനമല്ലേ മമ്മി. അപ്പം ആ കൊച്ച് മമ്മിയോട് ചോദിക്കുക, അപ്പം അത്രയും വില എനിക്കില്ല അല്ലേ മമ്മി എന്ന്. ഞാൻ അത് വായിച്ച് ഞാൻ വളരെ ചിന്തിക്കുവാനായിട്ടിടയായി. വീട്ടിലുള്ള വേലക്കാരിയെ ഏൽപ്പിച്ചിട്ട്, കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയ ഒരമ്മയോടൊരു കൊച്ചു ചോദിച്ചതാണ്, വീട്ടിലെ സ്വർണവും മറ്റ് സംഗതികളും വില കൂടിയ സാധനങ്ങൾ മമ്മി വേലക്കാരിയെ ഏൽപ്പിക്കോ? ഇല്ല. അപ്പം അത്രയും വില എനിക്കില്ല അല്ലേ എന്ന്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ മൂലം സർവൻസിനെ നിർത്താറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വളരേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ജോലി ചെയ്യുന്ന സ്ത്രീകളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങളെ ലഭിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ ക്രമപ്പെടുത്തണം. ഏത് ജോലി ചെയ്താലും, പുരുഷനായാലും സ്ത്രീയായാലും, അത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ മാറി ചിന്തിക്കണം. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ജോലിയില്ലാത്ത പലർക്കും വേണ്ടി പലപ്പോഴും പലരും പല സ്ഥലത്ത് നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ലോക്കലിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ജോലിയില്ലാത്ത സമയമാണെങ്കിലുണ്ടല്ലോ, കെയർ സെല്ലിനുണ്ടാവും, മോർണിംഗ് പ്രയറിനുണ്ടാവും, ലേഡീസ് മീറ്റിങ്ങിനുണ്ടാവും, ഫാമിലി ഫെലോഷിപ്പിനുണ്ടാവും, സെക്കൻഡ് സാറ്റർഡേ ഫാസ്റ്റിംഗ് പ്രയറിനുണ്ടാവും, ആരാധനയ്ക്കുണ്ടാവും. പ്രാർത്ഥിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തിരക്കാവും. പിന്നെ കെയർ സെൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സമയമില്ല, ഫാമിലി ഫെലോഷിപ്പിന് സമയമില്ല, മാസത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഫാസ്റ്റിംഗ് പ്രയർ അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, സൺഡേ ഒന്നും അറ്റൻഡ് ചെയ്യാനേ പറ്റുകയില്ല. അത്ര തിരക്കുക. എല്ലാ മീറ്റിങ്ങുകളുടെ എണ്ണം കുറയുവാനായിട്ട് തുടങ്ങും. പിന്നെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവർ, നമ്മളൊരു നല്ല ബാലൻസ്ഡ് ലൈഫ് നമ്മൾ പഠിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ജോലി ചെയ്യാതെ ദൈവം അനുഗ്രഹിക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നാൽ ജോലി ഓവറായിട്ട് ദൈവത്തെയും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെയും മറന്ന് കുടുംബത്തെ അവഗണിക്കാനും നമ്മൾ ഇടവരരുത്. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പുറപ്പാട് 34:21 ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന കൽപ്പന 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വിതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിട്ട് ഇരിക്കണം. എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തത്? മനുഷ്യർ ജോലി ചെയ്യുന്നത് പോലെ തന്നെ വിശ്രമിക്കേണ്ടതും അവൻ്റെ ആവശ്യമാണോ? ആണോ? ആണ്. അത് പാലിക്കാതെ വരുമ്പോൾ അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, ബന്ധങ്ങൾ തകരുന്നു, രോഗിയാവുന്നു, വേഗം നിത്യതയിലേക്ക് പോകുന്നു. നിങ്ങൾ അധികമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നെങ്ങനെ അറിയാം? നിങ്ങളുടെ പ്രിയപ്പെട്ടവരത് സൂചിപ്പിക്കും. എന്താ, പ്രാർത്ഥനയ്ക്കൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവർ ചോദിക്കും, എന്താ പ്രാർത്ഥനയ്ക്കൊന്നും കാണുന്നില്ലോ?
നിങ്ങളുടെ ശരീരം പറയും നിങ്ങൾ അധികമായിട്ട് ജോലി ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് പറയും, ഇതൊക്കെ നിങ്ങളോട് പറയും. നിങ്ങൾക്കത് മനസ്സിലാകുന്നെങ്കിൽ ക്രമപ്പെടുത്തേണ്ട ഏരിയ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവർ, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഏർണിംഗ് 2 നമ്മൾ കണ്ടു. എന്താണ്? 1, വർക്ക്, ജോലി ചെയ്യുക. 2, ഡോണ്ട് വർക്ക് ടു മച്ച്, അധികമായി ജോലി ചെയ്യരുത്. പ്രിൻസിപ്പിൾ 3, ട്രീറ്റ് അതേഴ്സ് ഫെയർലി. ട്രീറ്റ് അതേഴ്സ് ഫെയർലി, മറ്റുള്ളവരോട് നീതിയോടെ ഇടപെടുക. ഒന്ന് പറഞ്ഞേ, മറ്റുള്ളവരോട് നീതിയോടെ ഇടപെടുക. പണം സമ്പാദിക്കുവാനുള്ള നമ്മുടെ ഓട്ടത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലി പ്രധാനപ്പെട്ടതാണ് എന്നത് ശരിയാണ്. പക്ഷെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ തന്നെ നിങ്ങളൊരു ഭർത്താവാണ്, പിതാവാണ്, മകനാണെന്നുള്ള കാര്യങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെന്ന ഭർത്താവിനെ ആവശ്യമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെന്ന പിതാവിനെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾ മനസ്സിലാക്കണം, ജോലി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെന്ന ഭാര്യയെ വേണം, മക്കൾക്ക് നിങ്ങളെന്ന അമ്മയെ വേണം. ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പിതാവ് വളരെ തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് വരിക, ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക. വേഗം വന്നു, അവിടെ വന്നു, അപ്പം തന്നെ ലാപ്ടോപ്പ് എടുത്ത് വീണ്ടും ഫോണിൽ ആരാണ്ടോടൊക്കെ സംസാരിച്ചിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വൈഫ് അവിടെ കൊണ്ടുവന്നു ചായ വെച്ചു, അയാൾ അതിൻ്റെ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. പതുക്കെ ഡോറ് തുറന്ന് മകനിങ്ങനെ വന്ന് നോക്കി, മകനിങ്ങനെ അടുത്ത് വന്ന് ഈ ഡാഡിയുടെ അടുക്ക വന്നിട്ട് ചോദിച്ചു, ഡാഡിക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും ഡാഡി? എന്തായി ചോദിക്കുന്നത്? ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നോ? എനിക്ക് 10 മണിക്കൂർ ജോലി ചെയ്താൽ 1000 രൂപ കിട്ടും. ഒരു ദിവസം ഞാൻ 10 മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് 1000 രൂപ കിട്ടും. വേഗം അടുത്ത മകൻ്റെ ചോദ്യം, ഡാഡി ഞാനൊരു 100 രൂപ തന്നാൽ 1 മണിക്കൂർ ഡാഡിക്ക് എൻ്റെ അടുക്ക ചിലവഴിക്കാമോ ഡാഡി? ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1 മണിക്കൂർ ഡാഡി, ഞാൻ 100 രൂപ തന്നാൽ ഡാഡിക്ക് എൻ്റെ അടുക്ക 1 മണിക്കൂർ ചിലവഴിക്കാമെന്ന്. 10 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു ദിവസം അയാൾക്ക് 1000 രൂപ കിട്ടുമ്പോൾ മകൻ അപ്പൻ്റെ സമയം 100 രൂപയ്ക്ക് 1 മണിക്കൂർ കടം ചോദിക്കുന്ന മകൻ്റെ അവസ്ഥ. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ. ആ പിതാവ് വേഗനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. പ്രിയപ്പെട്ടവരെ, അവകാശങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊത്ത്, മക്കളോടൊത്ത് ആവശ്യത്തിന് സമയം ചിലവഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുവാനായിട്ടിടയാണ്. മറ്റുള്ളവരോട് നീതിയോടെ ഇടപെടണം എന്നതിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ നീതിയോടെ ഇടപെടണം. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളുടെ അത്രയും സ്വാധീനമില്ല, പണമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുടെ അനീതി കാണിക്കുവാനായിട്ട് നമ്മൾ ഇടവരരുത്. സദൃശവാക്യം 22:16 പറയുന്നു, ആദായം ഉണ്ടാക്കേണ്ടതിന് എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായി തീരും. എളിയവനെ പീഡിപ്പിക്കരുത്. മറ്റൊരാളെ പറ്റിച്ച കാശ് നമ്മുടെ പേഴ്സിൽ വരുവാൻ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് 5:4 പറയണു, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ വന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊടുക്കേണ്ട കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അത് നിലവിളിക്കും. ആ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലും. അത് ശാപമായിട്ട് നമ്മുടെ കുടുംബത്തിൽ വരുവാനായിട്ട് അനുവദിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന വ്യക്തിയെ പിഴിഞ്ഞ് കാശ് കൊടുക്കാതെ ലാഭമുണ്ടാക്കാനായിട്ട് നോക്കരുത്. നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾ ശരിയായിട്ടുള്ള ശമ്പളം കൊടുക്കണം. അധിക ജോലിയോ ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ അതിന് തക്ക കൂലി കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണെന്ന് വെച്ച് വായിൽ വരുന്ന എന്തും പറയരുത്. നിൻ്റെ തലയിൽ എന്താ ബോധമില്ല, മരക്കഴുതേ മറ്റക്കഴുതേ അങ്ങനെയൊന്നും വിളിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യരുത്, അബ്യൂസ് ചെയ്യരുത്, അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യരുത്. താഴെയുള്ളവരോട് ഇങ്ങനെ ബഹുമാനമില്ലാത്ത വാക്കുകൾ പറയരുത്. നിങ്ങൾ ലേവ്യർ 19:11 പറയുന്നു, മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്ക്ക് പറയരുത്. പ്രിയപ്പെട്ടവരെ, കള്ളം പറഞ്ഞ് നിങ്ങളൊരു സാധനം വിൽക്കരുത്. നിങ്ങളൊരു പച്ചമീനാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ചത്ത മീൻ വെച്ച്, ചീഞ്ഞ മീൻ വെച്ച് വിൽക്കരുത്. നല്ലതിൻ്റെ കൂടെ പച്ചക്കറിയുടെ കൂടെ നല്ല പച്ചക്കറിയുടെ ചീത്ത പച്ചക്കറി മിക്സ് ചെയ്ത് നിങ്ങൾ വിൽക്കരുത്. 1 കിലോ പഞ്ചസാര നിങ്ങളൊരു ദൈവപൈതലിൻ്റെ കടയിൽ നിന്ന് ഒരാൾ മേടിച്ചാൽ അത് 1 കിലോ പഞ്ചസാര തന്നെയായിരിക്കണം. തൂക്കത്തിൽ നിങ്ങൾ വെട്ടിപ്പ് കാണിക്കരുത്. നിങ്ങളുടെ ട്രാൻസാക്ഷൻസിൽ നിങ്ങൾ വെട്ടിപ്പ് കാണിക്കരുത്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കടയിലാണ് ഞാൻ ചെല്ലുന്നത്, എനിക്ക് ധൈര്യത്തോടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് അവിടെ നിന്ന് കിട്ടുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാക്കുവാനായിട്ട് സാധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ, സഹോദരന്മാരുമായിട്ടുള്ള ഇടപാടുകളിൽ
പണമിടപാടുകളിൽ, മറ്റ് സ്ഥലത്തിൻ്റെ ഇടപാടുകളിൽ, എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ നീതിയുള്ളവരായിരിക്കണം. ആരെയും പറ്റിച്ച ഒരു സംഗതിയും നമ്മുടെ അകത്ത് വരുവാനായിട്ട് നമ്മൾ ഇടവരുത്തരുത് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരോട് നീതിയോടെ ഇടപെടണം. മറ്റുള്ളവരോട് അനീതി കാണിക്കുന്ന മറ്റൊരു മേഖലയാണ് കടം കൊടുത്ത് അമിത പലിശ മേടിക്കുന്നത്. സദൃശവാക്യം 28:8 പറയുന്നു, പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവന് വേണ്ടി അത് ശേഖരിക്കുന്നു. അനീതി കൊണ്ട്, കള്ളം പറഞ്ഞ്, തെറ്റായ രീതിയിൽ വരുന്ന പണമൊന്നും ഉപകാരപ്പെടില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. സദൃശവാക്യം 21:6 പറയുന്നു, കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് നീതിയായിട്ടാണോ പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കണം പ്രിയപ്പെട്ടവരെ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വർക്ക്, ജോലി ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഡു നോട്ട് വർക്ക് ടു മച്ച്, അധികമായിട്ട് ജോലി ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം ട്രീറ്റ് അതേഴ്സ് ഫെയർലി, മാന്യമായിട്ട് ഇടപെടുക. നാലാമത്തെ പ്രിൻസിപ്പിൾ ലേൺ ടു ടൈറ്റ്, ദശാംശം കൊടുക്കുവാൻ പഠിക്കുക. ആവർത്തനം 14:22 പറയുന്നു, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വെക്കണം. ദശാംശം എന്താ? ഒരു വ്യക്തിയുടെ വരുമാനത്തിൻ്റെ 10% ദൈവത്തിന് നൽകുന്നതിനാണ് വേദപുസ്തകം ദശാംശം എന്ന് പറയുന്നത്. വരുമാനത്തിൻ്റെ 10% നൽകുന്നതിനാണ്. ഇതൊരു ദൈവീക കൽപ്പനയായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ളതല്ല, മറിച്ച് അനുസരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പൈസ അധികമുള്ളത് കൊണ്ടല്ല ദശാംശം നൽകുന്നത്. എന്തുകൊണ്ടാണ്? അത് ദൈവകൽപ്പനയായതുകൊണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്റ്റുവാർഡ്ഷിപ്പിൽ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം അതനുസരിക്കുന്നു. മലാഖി 3:8-12 വരെയുള്ള വാക്യങ്ങൾ, മനുഷ്യന് ദൈവത്തിനുള്ളവ അപഹരിക്കാമോ? മനുഷ്യന് ദൈവത്തിനുള്ളവ മോഷ്ടിക്കാമോ എന്നാണ്. മനുഷ്യന് ദൈവത്തിനുള്ളവ മോഷ്ടിക്കാമോ? എങ്കിലും നിങ്ങൾ എൻ്റേത് അപഹരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിൻ്റേത് അപഹരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എൻ്റേത് അപഹരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദശാംശവും വഴിപാടും നമ്മൾ കൊടുക്കാതിരുന്നപ്പോൾ നമ്മൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനം നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രിയപ്പെട്ടവരെ. അതിൽ ദൈവത്തിനുള്ള പോർഷൻ ദശാംശം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ദശാംശം എന്നത് പഴയ നിയമത്തിൽ ജനങ്ങൾ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടി വെച്ചിരുന്ന മിനിമമായിരുന്നു. ഓൾഡ് ടെസ്റ്റമെന്റിൽ മിനിമമായിരുന്നു, പഴയ നിയമത്തിൽ വെച്ചിരുന്ന മിനിമമായിരുന്നു. അവർ ദശാംശം മാത്രമല്ല, അവർ വഴിപാടുകൾ കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ, ന്യൂ ടെസ്റ്റമെന്റിൽ ദശാംശം കൊടുക്കുക എന്നൊരു നിയമമില്ല കേട്ടോ. ന്യൂ ടെസ്റ്റമെന്റിൽ ദശാംശം കൊടുക്കുക എന്ന നിയമമില്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് നിയമം ഉള്ളത് കൊണ്ടല്ല, സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു പെർസെൻറ്റേജ് കാണിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. ചിലർ ചിന്തിക്കുന്നത് ദശാംശം കൊടുത്താൽ എൻ്റെ പൈസ അത്രയും കുറയില്ലേ എന്നാണ്. എന്നാൽ നമ്മൾ ആ കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ പൈസയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്റ്റുവാർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പൈസയല്ലേ നമ്മൾ മോഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ അവിടെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയാവും? ഈ മാസം ഒത്തിരി അധികം ചിലവുകൾ വന്നു, അതുകൊണ്ട് ദശാംശം കൊടുക്കണ്ട. അല്ലെങ്കിൽ ഈ മാസം ഒരു പ്രോജക്റ്റ് തുടങ്ങണം, അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അതുകൊണ്ട് കൊടുക്കണ്ട. അങ്ങനെയൊന്നും ദൈവത്തെ പറ്റിക്കരുത്. നിങ്ങളുടെ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ വായിച്ചു. ദശാംശം കൊടുക്കേണ്ട പണം നമ്മൾ കൊടുക്കാതെ, അത് മിനിമം ആട്ടോ പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ പ്രമാണം മിനിമം പറയണം, ന്യൂ ടെസ്റ്റമെൻറ്റിൽ അങ്ങനെയല്ല പ്രമാണം. സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ദൈവത്തിന് ഇഷ്ടക്കേട് ഉണ്ടാക്കുകയാണ്. ദൈവമാണ് നമ്മുടെ സമ്പത്തിൻ്റെ അധികാരി എന്നുള്ളത് നമ്മൾ മറക്കുകയാണ്. കാര്യവിചാരകൻ എന്ന നിലയിൽ, സ്റ്റുവാർഡ് എന്ന നിലയിൽ നമ്മൾ അവിശ്വസത കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കണക്കെഴുതി തന്നെ ദശാംശം കൊടുക്കണം. നിങ്ങൾ 10 മുട്ട വിൽക്കുകയാണെങ്കിൽ അതിൽ ഒരു മുട്ടയുടെ വില, പ്രിയപ്പെട്ടവർ, നിങ്ങൾ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റണം.
നിങ്ങളുടെ വീട്ടിൽ വരുമാനം വരുന്ന സോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ മാറ്റണം പ്രിയപ്പെട്ടവരെ. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ആരും കൈ ഉയർത്തോ ഒന്നും ചെയ്യണ്ട, കൈ ഉയർത്തണ്ട. നിങ്ങളുടെ കൃത്യ വരുമാനത്തിനനുസരിച്ച് എത്ര പേരുണ്ട് ദശാംശം ഇടുന്നവർ? കൈയൊന്നും പൊക്കണ്ട, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള മിനിമം ദശാംശം നിങ്ങൾ ഇടുന്നവർ എത്ര പേരുണ്ട്? അല്ല, നിങ്ങൾ ഒരു 5 വർഷമായിട്ട് 6 വർഷമായിട്ട് ഒരേ എമൗണ്ട് തന്നെയാണോ നിങ്ങളുടെ വരുമാനം? അതോ ഒരേ എമൗണ്ട് തന്നെയാണോ ദശാംശം? നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് അത് ഇട്ടുകൊണ്ടിരിക്കും. ദൈവവചനം സ്റ്റുവാർഡ്ഷിപ്പിൽ അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ടവർ പറയുന്നത്. 1 കൊരിന്ത്യർ 16:1-2 പറയുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ശേഖരിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. പുതിയ നിയമത്തിൽ കാണുന്നത് തനിക്ക് കഴിവുള്ളത് കൊടുക്കുവാനാണ്. മനസ്സിലായോ? തനിക്ക് കഴിവുള്ളത് കൊടുക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് കഴിവില്ല എന്ന് എക്സ്ക്യൂസ് പറയുവാനായിട്ട് ഈ വാക്യം നമ്മൾ ഉപയോഗിക്കരുത്. ദൈവം തന്നിട്ടുള്ളത് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം. കാര്യവിചാരകന്മാരാകുമ്പോൾ ചർച്ചിൽ വന്നു കഴിഞ്ഞ് തോന്നുന്ന എമൗണ്ട് ഇടുക, അല്ലെങ്കിൽ ഇമോഷണലായിട്ടൊന്നുമല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. വീട്ടിൽ വെച്ച് തന്നെ ആലോചിക്കണം, ഓക്കെ എൻ്റെ വരുമാനം ഇത്രയാണ്, അതിൻ്റെ ദശാംശം മിനിമം ദശാംശമെങ്കിലും ഞാൻ ഇടണം, ഇന്നത്തെ ഞാൻ സ്തോത്ര കാഴ്ചണം. അത് തീരുമാനിച്ച് നിങ്ങൾ വരണം. സദൃശവാക്യം 3:9-10 പറയുന്നു, യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. യഹോവയെ നിന്റെ ധനം കൊണ്ടും ആദ്യ ഫലം കൊണ്ടും മാനിക്കുക. യഹോവയെ നിന്റെ ധനം കൊണ്ടും ആദ്യ ഫലം കൊണ്ടും മാനിക്കുക. നിന്റെ കളപ്പുര നിറയും, നിൻ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. നിന്റെ കളപ്പുര നിറയും, നിൻ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്തിടും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്തിടും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്തിടും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്തിടും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയം ചെയ്തത് മോദമായി നൽകട്ടെ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയം ചെയ്തത് മോദമായി നൽകട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. എങ്ങനെ കൊടുക്കണ്ടേ? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്തിടും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്തിടും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്തിടും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്തിടും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് കൊടുക്കുന്നതിനെക്കുറിച്ച് തിരുവല്ലയിൽ ഒരു സ്ഥലത്ത് വെച്ച് ക്ലാസ് എടുക്കാൻ പോയപ്പം യൂത്തിന് ക്ലാസ് എടുക്കാനായിരുന്നു. അപ്പം
അന്നേരം ഞാൻ വിചാരിച്ചു ആ ക്ലാസ് എടുക്കുമ്പോൾ അവരൊരു പാട്ട് പഠിപ്പിച്ചാൽ പാട്ട് ഹൃദയത്തിലോട്ട് പോകുമല്ലോ, എൻ്റെ സന്ദേശം മറന്നു പോയാലും. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ വെച്ച് ആ സ്പോട്ടിൽ കമ്പോസ് ചെയ്തതായി പാട്ട്. മെസ്സേജിന് കയറുന്നതിന് മുമ്പ് 3 മിനിറ്റ് കൊണ്ട് എഴുതി ട്യൂൺ ചെയ്ത് എഴുതുകയും ട്യൂൺ ചെയ്യുകയും അപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്ത പാട്ടായത്. നമ്മൾ ഭയങ്കര പിശുക്കരാ, കൊടുക്കണ കാര്യത്തിലും പിശുക്കരാ, കൈയടിക്കണ കാര്യത്തിലും പിശുക്കരാ. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ കയ്യിൽ വരുമാനം വരുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ പോർഷൻ മാറ്റണം. എല്ലാ ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ദശാംശം കൊടുക്കുക. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളത് മാറ്റുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ അനുസരിക്കുന്നത്? നമ്മൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അല്ല പ്രിയപ്പെട്ടവരെ, മനോഭാവത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഒരു ദിവസം യേശു ശ്രീഭണ്ഡാരത്തിൽ ആളുകൾ വഴിപാട് അർപ്പിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ധനമുള്ളവർ തങ്ങൾക്കുള്ള വലിയ തുക അവിടെ ഇട്ടു. എന്നാൽ ഒരു പാവപ്പെട്ട വിധവ 2 കാശിട്ടു. യേശു പറഞ്ഞു, ഇവളെല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, എന്നാൽ ഇവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടുവെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവമാണ്, മനുഷ്യരല്ല നമ്മൾ ഇടുന്നതിന് വാല്യൂ കൽപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ജർമ്മൻകാരനും ഒരു അമേരിക്കക്കാരനും ഒരു ഇന്ത്യക്കാരനും കൂടി കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുക. അപ്പം ജർമ്മൻകാരൻ പറഞ്ഞു, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നത്, ചർച്ചിലൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഒരു ചെറിയ വട്ടം വരയ്ക്കും, ചെറിയ വട്ടം. എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം കൂടി എടുത്ത് ഞങ്ങൾ മുകളിലോട്ടം എറിയും. ഈ ചെറിയ വട്ടത്തിൽ വീഴുന്നത് ഞങ്ങളെടുക്കും. ചെറിയ വട്ടത്തിൻ്റെ പുറത്തോട്ട് പോയതെല്ലാം ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റും. അപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു, ഞങ്ങളൊരു വലിയ വട്ടം വരയ്ക്കും. എന്നിട്ട് ഞങ്ങളുടെ ഡോളറെല്ലാം കൂടി എടുത്ത് അങ്ങ് മുകളിലോട്ട് എറിയും. ഈ വലിയ വട്ടത്തിൻ്റെ അകത്ത് വീണതെല്ലാം ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും. വലിയ വട്ടത്തിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വീണതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചെലവിനായിട്ടെടുക്കും. ഇന്ത്യക്കാരൻ പറഞ്ഞു, ചെറിയ വട്ടം വലിയ വട്ടം, ഞങ്ങൾ വട്ടമൊന്നും വരയ്ക്കുകയില്ല. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലായിടത്തും അങ്ങ് മുകളിലേക്ക് എറിയും. മുകളിലേക്ക് പോയതൊക്കെ ദൈവത്തിന് താഴ്ത്തോട്ട് വന്നതൊക്കെ ഞങ്ങൾക്ക്. അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുപ്പ് അങ്ങ് മാറ്റണം. മുകളിലോട്ട് എറിഞ്ഞിട്ടുള്ള കൊടുപ്പ് അങ്ങ് മാറ്റുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം 2 കൊറിന്ത്യർ 9:6-7 കാണാം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവന്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, സന്തോഷത്തോടെ കൊടുക്കാൻ പറ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾ എന്ത് കൊടുത്താലും സന്തോഷത്തോടെ കൊടുക്കണം. വേദപുസ്തകം പറയുന്നത് കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ച് കൊടുക്കരുത്. ദശാംശം കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർ എന്ത് ചിന്തിക്കും? പാസ്റ്റർ എങ്ങനെ ചിലവ് കഴിഞ്ഞ് പോകും? പാസ്റ്റർക്ക് ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്, അവരെയൊക്കെ പഠിപ്പിക്കാൻ. അതെല്ലാം തമ്പുരാൻ നോക്കിക്കോളും കേട്ടോ. അതൊന്നും ഓർത്ത് ആരും ഇവിടെ ദശാംശം ഇടണ്ട, ഇവിടെ ആരും സ്വോത്രാഴ്ചയുണ്ട്. ഞാൻ 83 യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ 20 രൂപയായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതാ. 20 രൂപയും ഒരു തോൾ സഞ്ചിയും എൻ്റെ കയ്യിലുള്ളൊരു വയലിനും കൊണ്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതാ. ഇന്ന് വരെ എൻ്റെ ദൈവം എന്നെ അലയുവാനായിട്ട് ഇടവരുത്തിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ദശാംശത്തിൻ്റെ കാര്യം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കി എനിക്ക് ഓടി മേടിക്കാനും എനിക്ക് ബഹുനില മാളിക കെട്ടിടം പണിയാനൊന്നും വേണ്ടിയല്ല. അത് നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ക്ലാസ് ഇവിടെ എടുക്കുന്നത് തന്നെ. ഇത്രയും വർഷം അല്ലേ, 6 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചർച്ചിൽ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മണ്ടന്മാരാകരുത്. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുമെന്നുള്ളത് എനിക്ക് പലരുടെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പലരുടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതം ഏത് രീതിയിൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നൊക്കെ കാണുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നുണ്ട്.
അതുകൊണ്ട് അനുസരണം എന്നുള്ള കാര്യം ഈ വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് പാസ്റ്റർ ഇത് പ്രസംഗിച്ചതല്ലേ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. 10 കൊടുത്താൽ 100 ആക്കാം എന്നുള്ള ദുശ്ചിന്തയോടെ ഒന്നും കൊടുക്കരുത്. ഓരോ പ്രാവശ്യം സ്തോത്ര കാഴ്ചയും വഴിപാടും ദശാംശമെല്ലാം സന്തോഷത്തോടെ ബഹുമാനിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയണം. ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ള ദരിദ്രരെ നമ്മൾ മറക്കരുത്. അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാര്യം ക്ലിയർ ചെയ്യാം. കർത്താവിന് കൊടുക്കുവാനായിട്ട് മാറ്റുന്നതല്ല നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കേണ്ടത്. കർത്താവിന് കൊടുക്കുവാനായിട്ട് മിനിമം ദശാംശമാണ് മാറ്റിയെങ്കിൽ അത് കുറച്ച് മിഷൻ ഫണ്ടിന്, അത് കുറച്ച് മറ്റേ കൊച്ചിനെ കെട്ടിക്കാൻ, അത് മറ്റേ കൊച്ചിന് കുറച്ച് പുസ്തകം മേടിക്കാൻ, അങ്ങനെയല്ല. ചാരിറ്റിക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ വേറെ മാറ്റുക. കർത്താവിന് വേണ്ടിയുള്ളത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളത് വേറെ മാറ്റുക. മിഷന് വേണ്ടിയുള്ളത് വേറെ മാറ്റുക. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ചിലർക്ക് ധാരണയുണ്ട്, അവിടെ ഇവിടെ എല്ലാം കൊടുത്ത് കളഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നല്ല നിലത്ത് വിറ്റാലേ വിത്ത് നന്നായിട്ട് മുളയ്ക്കുള്ളൂ കേട്ടോ. ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. ഏതെങ്കിലും വയലിലൊക്കെ കൊണ്ടുപോയി വിത്ത് വിതച്ചാൽ അവിടെ ഇവിടെയൊക്കെ വീണ് കൊത്തിക്കേറി പക്ഷി എടുത്തുകൊണ്ട് പോകുന്നത് നല്ല നിലത്തായിരിക്കണം വിത്തിന്. നിങ്ങളൊരു പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിലാവുമ്പോൾ നിങ്ങൾ ആ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ മഹത്വീകരിക്കാനായിട്ട് ശ്രമിക്കണം. സങ്കീർത്തനം 41:1 പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വിശ്വാസിയുടെ കയ്യിലെ പണം ഒരു കാര്യവിചാരകൻ എന്നുള്ള നിലയിൽ ഏറ്റവും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. മടി പിടിക്കാതെ അധ്വാനിച്ച് അവൻ ഏറ്റവും നന്നായിട്ട് സമ്പാദിക്കണം. അപ്പോൾ തന്നെ ജോലിയും പണവും യജമാനനാകാതെ അവൻ ശ്രദ്ധിക്കണം. ദൈവത്തിനുള്ളത് വിശ്വസ്തയോടെ നൽകണം. ചുറ്റുമുള്ള ദരിദ്രരെ ഓർത്ത് സഹായിക്കണം. കുടുംബകാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തുകയും കുടുംബത്തിന് വേണ്ടി പണം കരുതുകയും വേണം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞവനേക്കാൾ അധമനാകുന്നു. ഒരു ക്രിസ്ത്യൻ ലീഡർ ഇങ്ങനെ പറഞ്ഞു, ഏൺ ഓൾ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നത്ര സമ്പാദിക്കുക. സേവ് ഓൾ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നത്ര സൂക്ഷിക്കുക. ഗിവ് ഓൾ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നത്ര ദാനം ചെയ്യുക. ആദ്യത്തെ രണ്ടും കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നുന്നല്ലേ? ഏൺ ഓൾ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നത്ര സമ്പാദിക്കുക. സേവ് ഓൾ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നത്ര സൂക്ഷിക്കുക. അത് രണ്ടും കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അല്ലേ? മൂന്നാമത് എന്താ പറയുന്നത്? ഗിവ് ഓൾ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്നത്ര ദാനം ചെയ്യുക. ഏൺ ഓൾ യു ക്യാൻ, സേവ് ഓൾ യു ക്യാൻ, ഗിവ് ഓൾ യു ക്യാൻ. പ്രിയപ്പെട്ടവരെ, എനിക്കോ നിങ്ങൾക്കുള്ളതൊന്നും നമുക്കുള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ വിശ്വസ്തരായ കാര്യവിചാരകന്മാരായിരിക്കുമെന്ന മനോഭാവത്തോടെ നമുക്ക് ഈ സമർപ്പണ ഗാനം പാടാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും, യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും, എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ശബ്ദവും
സ്നേഹമോടെ ഞാൻ സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ സമ്പത്തും എൻ്റെ ധനവും നീ എനിക്ക് തന്നതൊക്കെയും, എൻ്റെ സമ്പത്തും എൻ്റെ ധനവും നീ എനിക്ക് തന്നതൊക്കെയും സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്ക് തന്നതൊക്കെയും, എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്ക് തന്നതൊക്കെയും സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഹല്ലേലൂയ. Please be seated.